Good evening, aspirants. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഗവൺമെൻറ് സ്കീംസ് ആയിരുന്നല്ലോ. ഫസ്റ്റ് 5 ഗവൺമെൻറ് സ്കീംസ് നോക്കി. ഇനി ബാക്കിയുള്ള ഗവൺമെൻറ് സ്കീംസ് ഒരു നെക്സ്റ്റ് 5 to 6 ഗവൺമെൻറ് സ്കീംസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ സ്വച്ഛ് ഭാരത് അഭിയാൻ. അപ്പോൾ 2014 ഒക്ടോബറിൽ മഹാത്മാഗാന്ധിജിയുടെ 145th ബർത്ത് ആനിവേഴ്സറി ആണ്. സോ ഗാന്ധിജിക്ക് ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലീൻ ഇന്ത്യ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ. സോ എ ക്ലീൻ ഇന്ത്യ വുഡ് ബി എ ട്രിബ്യൂട്ട് ഇന്ത്യ കുഡ് പേ ടു ഗാന്ധിജി ഓൺ 145th ബർത്ത് ആനിവേഴ്സറി 2014. അതിൻ്റെ ടാർഗറ്റ് ഇയർ ഈസ് 2019. ഇത് അനൗൺസ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ടു ഇറാഡിക്കേറ്റ് ഓപ്പൺ ഡിഫിക്കേഷൻ, to remove manual scavenging, to generate public awareness, scientific processing, disposal, reuse and recycling municipal solid waste. So waste ഒക്കെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ. നെക്സ്റ്റ് ഈസ് നീതി ആയോഗ്. ഇതിൻ്റെ ഓൾഡ് നെയിം പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ്. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നാഷണൽ Institution of Transforming India. It started on January 1st, 2015. The form of planning commission ആണ് ഇതിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. Now all the states of India will get strategic and technical advices and support from it. Then a former vice chairman is Aravind Pangaria and present vice chairman is Rajiv Kumar. Chief executive officer is Amitabh Kant. ചെയർപേഴ്സൺ ഈസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആരാണോ ആ ഇയറിലെ പ്രൈം മിനിസ്റ്റർ അവരായിരിക്കും ചെയർപേഴ്സൺ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വാസ് ലോഞ്ച്ഡ് ഫ്രം ഹരിയാനയിലുള്ള പാനിപ്പട്ടിലാണ് ഓൺ 22nd Jan 2015. The aim is to prevent general bias sex selective elimination. Second objective, ensure survival and protection of girl child. Ensure education of the girl child. Celebrate the girl child and enable her higher education. So, girl childനോട് നമ്മൾ വേർതിരിവ് കാണിക്കരുത് എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഇതിൻ്റെ സെക്സ് റേഷ്യോ നോക്കാം. ഇൻ 2011 men to women sex ratio is 1000 to 918. 1000 മെന്നിന് 918 വിമൻ എന്നാണ് 2011 സെക്സ് റേഷ്യോ. ഇൻ 1961 1000/976 ആണ്. സോ യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്, റൈറ്റ്? ആൻഡ് സെക്കൻഡ് വൺ ഈസ് സുകന്യ സമൃദ്ധി യോജന, ഓൾസോ കോൾഡ് ആസ് ഗേൾ ചൈൽഡ് പ്രോസ്പെരിറ്റി സ്കീം. ഇറ്റ് ലോഞ്ച്ഡ് ഓൺ 22nd Jan 2015. It launched to offer a small deposit investment for the girl children for the initiative under Beti Bachao Beti Padhao. Beti Bachao Beti Padhao സ്കീമിൻ്റെ താഴെ വരുന്ന ഒരു യോജന അല്ലെങ്കിൽ സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. അതായത് ഒരു ഫാമിലിയിൽ ഒരു ഗേൾ ചൈൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിലോ നമുക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ആ ഗേൾ ചൈൽഡിൻ്റെ പേരിൽ. സോ അതിൻ്റെ ഹൈലൈറ്റ്സ് ഞാൻ താഴെ പറയുന്നുണ്ട്. ടു ഫെസിലിറ്റേറ്റ് ദം പ്രോപ്പർ എഡ്യൂക്കേഷൻ ആൻഡ് കെയർ ഫ്രീ മാരേജ് എക്സ്പെൻസ്. സോ മാരേജ് എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സുകന്യ സമൃദ്ധി യോജന അല്ലെങ്കിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്നും പറയും അതുള്ളത്. സോ ഇറ്റ്സ് ഹൈലൈറ്റ്സ് ആർ ഗേൾസ് ഷുഡ് അറ്റൈൻ 1 to 10 years ഏജ് ടു ഓപ്പൺ ദിസ് സ്കീം. സോ ഈ അക്കൗണ്ട് അല്ലെങ്കിൽ സ്കീം ഓപ്പൺ ചെയ്യാൻ ഗേളിന് ആ പെൺകുട്ടിക്ക് 1 to 10 years ഏജ് ആയിരിക്കണം. അത് നമുക്ക് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് ബാങ്കിലോ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫോർ ഈച്ച് ചൈൽഡ് ക്യാൻ ബി 1 അക്കൗണ്ട് ഓപ്പൺ. ഓരോ ചൈൽഡിനും ഓരോ പെൺകുട്ടിക്കും ഓരോ അക്കൗണ്ട് വീതം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഈസ് മിനിമം 1000 to 1,15,000 പെർ ഇയർ ആണ്. ഡ്യൂറിങ് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ്, ആ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. ഫ്രം ദ സ്റ്റാർട്ടിങ് ടു 14 years വി ക്യാൻ ഇൻവെസ്റ്റ്. സോ ജനിച്ച മുതൽ 14 years വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ മെച്യൂരിറ്റി ഡ്യൂറേഷൻ
നമുക്ക് പൈസ വിത്ഡ്രോ ചെയ്യാനുള്ളത് എഡ്യൂക്കേഷൻ പർപ്പസിനാണെങ്കിൽ 18 ഇയേഴ്സിൽ തന്നെ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. ഫോർ അതർ പർപ്പസ് അല്ലെങ്കിൽ മാരേജ് അങ്ങനെയാണെങ്കിൽ 21 ഇയേഴ്സ് ഏജിൽ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഈ മെച്യൂരിറ്റി ഡ്യൂറേഷൻ. Next is Himmat. It was launched on 1st Jan 2015 by Home Minister Rajnath Singh. The Government of India launched India's first integrated mobile app for women's safety. ഡൽഹി പോലീസാണ് ഇത് ഇനിഷ്യേഷൻ എടുത്തിട്ടുള്ളത്. സോ ദിസ് ഇസ് എൻ ആപ്പ് ഓഫ് ഡൽഹി പോലീസ്. ഈ ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറയാം. ഇപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അകപ്പെടുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഈ സ്മാർട്ട് ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ടൈമിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫോൺ ഷെയ്ക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പവർ ബട്ടൺ 2 ടൈം നമ്മൾ പ്രസ് ചെയ്യുമ്പോഴോ പോലീസ് കൺട്രോൾ റൂമിന് നമുക്ക് സിഗ്നൽ റിസീവ് ആവും. സോ പോലീസ് അതിൻ്റെ ആക്ഷൻ ഉടനടി തന്നെ എടുക്കുന്നതായിരിക്കും. അതാണ് ഈ ആപ്പ് ഫങ്ഷൻ ആവുന്നത്. ദിസ് മൊബൈൽ ആപ്പ് ക്യാൻ അലേർട്ട് ദ പോലീസ് ഇൻ ആൻ അവർ. 1 മണിക്കൂറിൽ തന്നെ ഇൻഫർമേഷൻ എത്തും. ഇൻ ആൻ അവർ ഓഫ് നീഡ് by either shaking the phone or by pressing the power button twice. Police control room receive the indication can be traced and will be updated every 10 seconds. അപ്പോൾ പോലീസിന് അപ്പം തന്നെ ട്രേസ് ചെയ്യാൻ പറ്റും. ഓരോ 10 സെക്കൻഡ്സിനും അവർക്ക് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ സെയിം കൈൻഡ് ഓഫ് ആപ്പ് UP പോലീസും ഇനിഷ്യേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ആപ്പിൻ്റെ പേര് നിർഭയ ആപ്പ് എന്നാണ്. ഇനി നെക്സ്റ്റ് ഈസ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം. 2 ഉണ്ട്, ഹിമായത് ആൻഡ് റോഷിനി. 2 സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹിമായത്. അത് ജമ്മു കാശ്മീരിലാണുള്ളത്. യൂണിയൻ ഗവൺമെന്റ് ഹാസ് അപ്രൂവ്ഡ് നിയർലി 1600 crore rupees ഫോർ ജമ്മു കാശ്മീർ. ഈ സ്കീമിന് വേണ്ടിയിട്ട് യൂണിയൻ ഗവൺമെന്റ് 1600 crore rupees അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് കംസ് അണ്ടർ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം. ഇറ്റ് ലോഞ്ച്ഡ് ബൈ ദി യൂണിയൻ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഇൻ 2012 ഫോർ അൺഎംപ്ലോയ്മെന്റ് യൂത്ത് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. സോ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഈ ഹിമായത് എന്നുള്ള സ്കീം. യൂത്ത്സ് വിൽ ബി പ്രൊവൈഡഡ് ഷോർട്ട് ടേം ട്രെയിനിങ് ഫോർ അറ്റ്ലീസ്റ്റ് 3 months. മിനിമം 3 monthsനെങ്കിലും അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഈ സ്കീമിൻ്റെ പ്രകാരം, ഹിമായത് സ്കീമിന് പ്രകാരം അവർക്ക് മിനിമം 3 months എങ്കിലും ട്രെയിനിങ് കൊടുത്തിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് റോഷിനി. It is to provide placement-linked skill development for rural youth in 24 left-wing extremist affected districts in India. So, ഇന്ത്യയിലെ 24 നക്സൽ അഫക്റ്റഡ് ഡിസ്ട്രിക്ട്സിലുള്ള യുവാക്കൾക്ക്, റൂറൽ യൂത്ത്സിനാണ് ഈ ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. In 2013, the Ministry of Rural Development launched a new skill development scheme for Roshni for rural youths. Next one is Amrit. Amrit's full form Atal Mission for Rejuvenation and Urban Transformation. ഇതിന് മുന്നിൽ ഓൾഡ് നെയിം കോൺഗ്രസ് റൂളിംഗ് പാർട്ടിയിലുള്ള ടൈം ആയിരുന്നു. ഓൾഡ് നെയിം ഈസ് ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2005 ഇപ്പോൾ BJP വന്ന ശേഷം അതിൻ്റെ പേര് മാറ്റിയിട്ട് അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് മാറ്റി. സോ അത് മാറ്റിയത് 2015 ദ എയിം ഈസ് മേക്കിംഗ് സിറ്റീസ് മോർ ലൈവബിൾ ആൻഡ് ഇൻക്ലൂസീവ് അലോങ് വിത്ത് എക്കണോമിക് ഗ്രോത്ത്. സോ എൻഷുർ എവറി ഹൗസ് ഹോൾഡ് സപ്ലൈ ഓഫ് വാട്ടർ, വെൽ മെയിൻറ്റെയിൻഡ് ഗ്രീനറി സ്പേസ്, സ്വിച്ചിങ് ടു പബ്ലിക് ട്രാൻസ്പോർട്ട്, ബെറ്റർ സീവറേജ് സിസ്റ്റം. എന്താ വെച്ചാൽ എല്ലാ ഹൗസ് ഹോൾഡ്സിനും, എല്ലാ വീട്ടിലും വാട്ടർ സപ്ലൈ, പിന്നെ നല്ല ഗ്രീനറി ആയിട്ടുള്ള പാർക്സ്, ഗ്രീനറി സ്പേസ്, അതേ ഇനിഷ്യേഷൻ എടുക്കുക. പിന്നെ ഓരോരുത്തരും ഓരോ പ്രൈവറ്റ് വെഹിക്കിളിൽ പോവാതെ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് മാറുക. അപ്പോൾ പൊല്യൂഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇപ്പം അടുത്താണ് നമ്മൾ പോകേണ്ടതെന്നുണ്ടെങ്കിൽ മാക്സിമം വെഹിക്കിൾസ് യൂസ് ചെയ്യാതെ വാക്കിംഗ് നമ്മൾ പ്രിഫർ ചെയ്യുക. So switching to public transport can help us to reduce the pollution. And better sewerage system. മലിനജലം പോവാനായിട്ട് ബെറ്റർ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ
വേസ്റ്റ് വാട്ടർ റീയൂസ് ചെയ്യുക, വേറെ പർപ്പസിന്, ഇപ്പോൾ വാട്ടറിങ് പ്ലാന്റ്സ് അങ്ങനത്തെ പർപ്പസിന് വേസ്റ്റ് വാട്ടർ റീയൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ സ്കീമിൽ, അമൃത് എന്ന സ്കീമിൽ വരുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കീപ് പ്രാക്ടീസിങ്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ടേക്ക് കെയർ.